ഉയർപ്പുകാലം 7-ാം ഞായർ. ലൂക്ക 24 വാക്യങ്ങൾ 44 മുതൽ 53 വരെ. കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആഘോഷിച്ചത്. അതിൻ്റെ തുടർ അനുസ്മരണമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടുന്ന് പറയുന്നു. അങ്ങനെ അവിടുന്ന് വേദപുസ്തകത്തിലെ പ്രവചനങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ അത് ഗ്രഹിക്കുവാൻ അവിടുത്തെ ശിഷ്യന്മാർക്ക് അതുവരെ സാധിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരുടെ മനസ്സ് തുറക്കുകയാണ്. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടുമാണ് നമ്മൾ ദൈവവചനം ഗ്രഹിക്കേണ്ടതും അത് ജീവിതത്തിൽ ആവിഷ്കരിക്കേണ്ടതും. അതിന് ഹൃദയത്തിൻ്റെ തുറവി ആവശ്യമുണ്ട്. അടുത്തതായി അവിടുന്ന് തൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ അരൂപിയെ നൽകുന്നു, ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട്. അത് ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തിയാണ്. അരൂപിയുടെ ആ ശക്തിയാലാണ് അവർ ഇനി ശക്തിപ്പെടേണ്ടത്. അവിടുത്തെ സ്വർഗാരോഹണം ദൃശ്യവൽക്കരിച്ചുകൊണ്ടാണ് അവിടുന്ന് കടന്നുപോയത്. അതിനായി അവിടുന്ന് തിരഞ്ഞെടുത്തത് താബോർ മലമുകളാണ്. വേർപാടിൻ്റെ ദുഃഖം അവിടുന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തുമാറ്റി. അവാച്യമായ ഹൃദയസമാധാനവും സന്തോഷവും അവർ അനുഭവിച്ചു. ഈ സന്തോഷത്തിലാണ് അവർ മലമുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങിയത്. പ്രാർത്ഥനയിൽ അവരുടെ സന്തോഷം പ്രകടമായി. അതുപോലെ വചന പ്രഘോഷണത്തിലും. കർത്താവിൻ്റെ സ്വർഗാരോഹണം ഒരു പുതിയ ലോകഭീഷണത്തിൻ്റെ ഉദയമാണ്. കർത്താവീശ് സ്വർഗത്തിലേക്ക് പോയി മറയുന്നതിനേക്കാൾ സ്വർഗം ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ് അത്. മുകളിൽ നിന്ന് ഒരു ശക്തി കോരിച്ചൊരിയപ്പെടുന്നു. ലോകമെമ്പാടും എത്തുന്ന ഒരു പ്രഘോഷണം അവിടെ നിന്ന് ആരംഭിക്കുന്നു. അവിടെയാണ് സ്വർഗത്തിൻ്റെ തുറവിയും വെളിപ്പെടുത്തലും സംഭവിക്കുന്നത്. അകലങ്ങളിൽ എവിടെയോ അല്ല സ്വർഗം. അകലം അസ്തമിക്കുന്നിടത്താണ് സ്വർഗദർശനം ഉദയം ചെയ്യുന്നത്. കർത്താവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ തുറവിയാണ്, അതിൻ്റെ വെളിപ്പെടുത്തലാണ്. അതുവഴി ഈ ലോകത്തിനും മാറ്റം സംഭവിക്കുകയാണ്. ഒരു പുതിയ ശക്തി മുകളിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വരുന്നു. ഈ ലോകം ഉത്ഥാനത്താൽ നവീകരിക്കപ്പെടുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉരുത്തിരിയുന്നു. പാപമോചനത്തിലൂടെ ലഭ്യമാകുന്ന പുതിയൊരു കാഴ്ചപ്പാടാണ് അത് ദർശിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ഇനിമേൽ മുകളിലേക്ക് നോക്കിയാൽ കാണാവുന്ന ആകാശമല്ല മുകളിലുള്ളത്. ആകാശം മാറിയിരിക്കുന്നു, ഒപ്പം ഈ ഭൂമിയും. അങ്ങനെ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നു. അതിൻ്റെ ആരംഭമാണ് ആ നിമിഷം അവിടെ നടന്നത്. അകലങ്ങൾ ഇല്ലാതാകുന്നു. അതുപോലെ സമയത്തിൻ്റെ പൂർവാപരത്വവും അപ്രത്യക്ഷമാകുന്നു. നിലനിൽക്കുന്ന ഒരു ഇന്നിൻ്റെ പിറവിയാണ് സംഭവിക്കുന്നത്. ബർത്ത് ഓഫ് എ സസ്റ്റെയിനിങ് അവെയർനെസ് ഓഫ് ടുഡേ. ഇനിമേൽ മനുഷ്യൻ ജീവിക്കുന്നത് ഇന്നലകളിലായിരിക്കുകയില്ല. നാളെ എന്നത് അവ്യക്തതയോടെ കാത്തിരിക്കേണ്ട ഒന്നല്ല, അത് പിറന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സദ്വാർത്തയാണ് പ്രഘോഷിക്കപ്പെടുന്നത്. സന്നിഹിതമാകുന്നതിൻ്റെ സന്തോഷമാണ് വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അവർ ഉളവാക്കുന്നത്. ഭൂതകാലത്തേക്കും ഭാവിയിലേക്കുമുള്ള അകലം അപ്രത്യക്ഷമാകുന്നു. അതിലാണ് പുതിയ ലോകത്തിൻ്റെ പിറവി അടങ്ങിയിരിക്കുന്നത്. ഇത് വെറും ഒരു ഭാവനാചിത്രമല്ല. നിത്യത എന്നത് ഉദയം ചെയ്യുന്നിടത്താണ് സ്വർഗം പ്രത്യക്ഷമാകുന്നത്. സ്വർഗത്തിൽ ഭൂതകാലവും ഭാവികാലവുമില്ല. അവിടെ വലിച്ചു നീട്ടപ്പെടുന്നതോ ചുരുക്കപ്പെടുന്നതോ വെട്ടിച്ചുരുക്കപ്പെടുന്നതോ ആയ സമയമില്ല. കാര്യകാരണ പൂർവാപരത്വവുമില്ല. എല്ലാം ദൈവത്തിലാണ് സംഭവിക്കുന്നത്. ദൈവത്തിലാണ് ദൈവരാജ്യം പിറക്കുന്നതും നിലനിൽക്കുന്നതും. അവിടേക്കാണ് കർത്താവീശോ ഉത്ഥാനത്തോടെ കടന്നു ചെന്നത്. ഈ പറഞ്ഞതൊക്കെ തത്വചിന്തയും അതിൽ ഉറപ്പിച്ച ദൈവശാസ്ത്ര ചിന്തകളുമാണ്. അവ ഗ്രഹിക്കുവാൻ ദൈവത്തെ അനുഭവിക്കുന്നവർക്ക് സാധിക്കും. കർത്താവിലൂടെ ദൈവത്തിലേക്കുള്ള അകലം കുറയ്ക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയിലൂടെയാണ് നമ്മൾ ദൈവത്തിൽ എത്തിച്ചേരുന്നത്. പ്രാർത്ഥനയുടെ ചില നിമിഷങ്ങളിൽ, ആന്തരികതയുടെ ആഴമായ അനുഭവങ്ങളിൽ, ജീവിതത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളിൽ, ജീവിതത്തെയും മരണത്തെയും മുഖാമുഖം കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിൽ നമുക്കത് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ നമ്മിൽ നിന്നും വിട പറഞ്ഞ് അപ്രത്യക്ഷമാകുമ്പോൾ നമ്മിൽ ബാക്കി അവശേഷിക്കുന്നത് എന്താണ്? കഴിഞ്ഞുപോയതിൻ്റെ ഓർമ്മകൾ മാത്രമാണോ? നമ്മുടെ ഓർമ്മകളിൽ അവരുടെ സാന്നിധ്യം തങ്ങി നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ആന്തരികതയിലാണ് അത് സംഭവിക്കുന്നത്. ഞാൻ ഹൃദയം കൊണ്ട് അവരെ കൈവിടുന്നില്ലെങ്കിൽ അവർ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, സ്ഥലകാല അകലങ്ങളിൽ അകന്നിരിക്കാതെ. കർത്താവീശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചും ധ്യാനിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് നിലനിൽക്കുന്ന ഈ സാന്നിധ്യത്തിലേക്കാണ്. ഒരു കണ്ടുമുട്ടലിൻ്റെ അനുഭവം, ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നുള്ള ബോധ്യം നമ്മിലുളവാകുന്നു. പുതിയൊരു സാന്നിധ്യത്തിൻ്റെ അനുഭവം, അത് സ്വർഗത്തിൻ്റെ അനുഭവമാണ്. ഹൃദയത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നതാണത്. എൻ്റെ തന്നെ കടന്നുപോകലിൻ്റെ, മരണത്തെ അതിജീവിക്കുവാൻ സാധിക്കുന്നതിൻ്റെ അനുഭവം കൂടിയായിരിക്കും അത്. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുമെന്നാണ് ഭാവനാപൂർണമായ എൻ്റെ വിശ്വാസം എന്നെ ബോധ്യപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും ശിഷ്യന്മാർക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചത് ഒരു ദർശനത്തിലൂടെയാണ്. ഇന്ന് നമുക്കത് സാധിക്കുന്നതും ഒരു ദർശനത്തിലൂടെ ആയിരിക്കും. പഞ്ചേന്ദ്രിയങ്ങൾ വഴിയുള്ള ദർശനമോ അറിവോ മാത്രമല്ല അതിന് പിന്നിൽ.
അതീന്ദ്രിയമായ ഒരു ദർശനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ആത്മീയമായ ആ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ അത് ആത്മാവിൻ്റെ ദർശനമായിരിക്കും. അതിന് നമ്മുടെ ആത്മാവ് ശക്തവും സന്നദ്ധവുമാകണം. അത് വിശ്വാസം വഴി ഏറ്റുപറയുന്നത് മാത്രമല്ല, വിശ്വാസം അതിൽ തന്നെ ഒരു ദർശനമാണെങ്കിലും ആ ദർശനത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നത് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ ആത്മീയ സാന്നിധ്യത്തിനായി പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും നമ്മൾ കാത്തിരിക്കണമെന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അനുസ്മരിക്കാം. അരൂപിയുടെ ആഗമനത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി 7 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പരിശുദ്ധാരൂപിയുടെ ആഗമനത്തിൽ തിരുനാൾ ആഘോഷിക്കും. അതിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു.